തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 9 മുതൽ. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. മത്തായിയുടെ ജീവിതം നമുക്കൊന്ന് ചിന്തിച്ചാൽ ഒരു ദിവസം തുടങ്ങുകയാണ്. വളരെ സാധാരണമായൊരു ദിവസം. മത്തായി, ചുങ്കക്കാരനായ മത്തായി സാധാരണ പോലെ അദ്ദേഹത്തിൻ്റെ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവിടെ അസാധാരണമായ ഒരു കാര്യം അന്ന് സംഭവിക്കുകയാണ്. എന്താണത്? ഈശോ അതിലെ കടന്നുപോയി. യേശു അതിലെ കടന്നുപോയി. അത് മത്തായി കണ്ടു. യേശു മത്തായിയെ കണ്ടു. യേശു മത്തായിയെ വിളിച്ചു, എന്നെ അനുഗമിക്കുക. മത്തായി എഴുന്നേറ്റു യേശുവിനെ അനുഗമിച്ചു. വളരെ സാധാരണമായൊരു ദിവസം അസാധാരണമായൊരു ദിവസമായി, മത്തായി എന്നും ഓർത്തിരിക്കുന്ന ഒരു ദിവസമായി അത് മാറുകയാണ്. അതിനുള്ള ഒരു കാരണം യേശു അതിലെ കടന്നുപോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം മോമെൻ്റ് ഓഫ് ഗ്രേസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയുടെ ഒരു നിമിഷമുണ്ട്. ദൈവം കടന്നു പോകുന്ന നിമിഷം, ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷം, അത് കൃപയുടെ നിമിഷമാണ്. അവിടെ നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ, അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മത്തായിയുടെ ജീവിതത്തിൽ അന്ന് വരെ പണമുണ്ടാക്കുക, അല്ലെങ്കിൽ ലോകത്തിൽ വലിയവനാവുക, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളായിരുന്നു അവനുണ്ടായിരുന്നത്. പക്ഷേ അവന് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശുവിൻ്റെ ആ വിളി കേട്ടപ്പോൾ അവന് മനസ്സിലാവുകയാണ് അതിനേക്കാളൊക്കെ വലുതാണ്, ലോകത്തിൽ വലുതാവുന്നതിനേക്കാളും വലുതാണ് യേശുവിൻ്റേതായി തീരുക എന്നത്. അതുകൊണ്ട് മത്തായി അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. നമ്മൾ വചനത്തിൽ കേട്ട ഒരു വാക്യം ഇതാണ്, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. മത്തായി എഴുന്നേറ്റു. ആ ഒരു വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അവൻ അന്നുവരെ അവനുണ്ടായിരുന്ന ജീവിതത്തിലെ പ്രയോറിറ്റികൾ മാറ്റുവാൻ അവൻ തീരുമാനമെടുത്തു. അവനൊരു പുതിയ വ്യക്തിയാകുവാൻ തീരുമാനമെടുത്തു. അവൻ ഈശോയുടേതാകുവാൻ തീരുമാനമെടുത്തു. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് എന്ന ഒരു വലിയ പുണ്യവാളൻ പറയുന്ന ഒരു ഉപമയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷിയുണ്ടെന്ന് വിചാരിക്കുക. ആ പക്ഷിയെ പറക്കുന്നതിൽ നിന്നും എങ്ങനെ നമുക്ക് മുടക്കാം? ആ പക്ഷിയെ ഹൗ ക്യാൻ ഐ പ്രിവെൻറ്റ് ദാറ്റ് ബേർഡ് ഫ്രം ഫ്ലൈയിങ്? അതിന് പല വഴികളുണ്ട്. ഒരുപക്ഷെ എനിക്ക് വലിയൊരു ചെയിൻ കൊണ്ടുവന്ന് അതിനെ കെട്ടിയിടാം, വലിയൊരു ലോക്കറിലിട്ട് പൂട്ടിയിടാം. പക്ഷേ വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനത്തെ വലിയ വഴികളൊന്നും വേണ്ട. ഒരു ചെറിയൊരു ചരട് അതിൻ്റെ കാലിൽ കെട്ടിയിട്ട് നമ്മൾ വലിച്ചു പിടിച്ചാൽ ആ പക്ഷി ഒരിക്കലും പറക്കുകയില്ല. പലപ്പോഴും നമ്മളെയൊക്കെ യേശുവിലേക്ക് വളരുന്നതിൽ പിടിച്ചു വലിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചരടുകളാണ്. ആ ചെറിയ ചരടാണ് നമ്മളെ യേശുവിലേക്ക് വളരുന്നതിൽ നിന്ന് പിന്തിരിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങളായിരിക്കാം, തെറ്റായ കൂട്ടുകെട്ടുകളായിരിക്കാം, ചീത്തയായ ആഗ്രഹങ്ങളായിരിക്കാം. ഞാൻ സ്വയം പിന്തിരിഞ്ഞു നോക്കണം, എന്നെ പിടിച്ചു വയ്ക്കുന്ന ചരടുകൾ എന്തൊക്കെയാണ്? മത്തായിയുടെ ജീവിതത്തിൽ പണത്തിനോടുള്ള ആകർഷണമായിരുന്നു, ലോകത്തിൽ വലുതാകണമെന്ന ആഗ്രഹമായിരുന്നു. അവൻ ആ ചരട് പൊട്ടിക്കാൻ തയ്യാറായപ്പോൾ അവനിതാ യേശുവിലേക്ക് വളരാനായിട്ട് തുടങ്ങി. നമ്മൾ കേട്ട മത്തായി
ചുങ്കക്കാരൻ മത്തായിയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ അവൻ വിശുദ്ധ മത്തായിയായി തീരുകയാണ്. നമ്മൾ ഇന്ന് വിളിക്കുന്നത് ചുങ്കക്കാരൻ മത്തായി എന്നല്ല, വിശുദ്ധ മത്തായി എന്നാണ്. നമുക്കും മത്തായിയെ പോലെ വിശുദ്ധിയിലേക്ക് വളരാം. നമ്മളെ കെട്ടിവലിക്കുന്ന ചരടുകൾ പൊട്ടിച്ചുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കൃപയുടെ നിമിഷങ്ങളിൽ ഈശോയെ അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാം. നമ്മളും ദൈവത്തിൻ്റെ അനുഗ്രഹീതരായി തീരട്ടെ. നുറുങ്ങുവെട്ടം